ബാലേട്ടാ ബാലേട്ടാ എന്തിനാ ഉറക്കേത്? നീയോ എപ്പോ വന്നു? ദേ ചായ. ഇവിടെ വേറെ ആരും ഇല്ലേ ചായ എടുക്കാനായിട്ട്? എന്താ ഞാൻ തന്നാ പറ്റില്ലേ? കുഴപ്പമൊന്നുമില്ല, ഈ ശൃംഗാരമാണ്. എന്താ എന്തോ ഞാൻ കേട്ടു കേട്ടോ. എന്താ ശൃംഗരിച്ചാല്? എടി പൊട്ടി പെണ്ണെ, നീ എന്റെ അനിയത്തിയല്ലേ? അനിയത്തിയോട് ആരെങ്കിലും ശൃംഗരിക്കുവോ? കഴുത. എടി നീ എന്റെ വിരലെ തൂങ്ങി നടന്നോളല്ലേ? അത് പണ്ട്. ഇപ്പോഴേ ബാലേട്ടനെ എന്റെ മുറച്ചിറക്കനാ. എടി നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എടി നമുക്ക് ആ കൃഷ്ണേട്ടനോട്ടുള്ള ആലോചന നോക്കാം. അയ്യേ, എനിക്ക് വേണ്ട രണ്ടാം കെട്ടുകാരനെ. എനിക്ക് എന്റെ ബാലേട്ടൻ മതി. എടി കൃഷ്ണേട്ടൻ ഒരു രണ്ടാം കെട്ടുകാരനായിട്ട് നീ കാണരുത്. നിന്റെ ചേച്ചി പ്രസവത്തോടെ മരിച്ചിട്ട് 5-6 വർഷമായില്ലേ? എന്നിട്ട് കൃഷ്ണേട്ടൻ വേറെ കെട്ടിയോ? എടി ആ കുഞ്ഞിനെ വളർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ? നീ അവളുടെ കുഞ്ഞമ്മയല്ല, അമ്മയോണം. ദുബായ് നീ അവധിക്ക് കൃഷ്ണേട്ടൻ വരുമ്പോൾ നമുക്കതങ്ങ് നടത്താം. എനിക്ക് ചേരുന്നത് ഞാൻ തീരുമാനിച്ചോളാം. ബാലേട്ടൻ എന്റെ ബ്രോക്കർ ആവാതിരുന്നാ മതി. എന്നെ ഒഴിവാക്കാനല്ലേ? എന്നിട്ട് ആ വായയുടെ മത്സരയുടെ മോളെ കെട്ടാനല്ലേ? ബാലേട്ടൻ വേറിക്കും ഞാൻ പൊട്ടിയാന്ന്. ഞാൻ പക്ഷെ അത്ര പൊട്ടിയൊന്നുമല്ലോ കേട്ടോ. എടി അവളെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും നീ എനിക്ക് അനിയത്തിയാ. അമ്മായി ഞാൻ ഇറങ്ങു കേട്ടോ. എന്തെങ്കിലും ഒരിക്കൽ എന്റെ വില ബാലേട്ടൻ മനസ്സിലാവും. അന്ന് ദുഃഖിക്കും. ഈ പിള്ളേര് എടി മോളെ, എടി ബിന്ദു നിക്കടി. വേണ്ട അമ്മായി, ഞാൻ പോവാ. എത്ര നാളെ നാണമില്ല ഒരാളുടെ പുറകെ നടക്കുന്നത്. ഇവളോട് പറഞ്ഞാലും കേക്കൂല. ബിന്ദു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. വല്ല മണ്ണിക്ക് തല വെച്ച് ചാവും. അയ്യോ.